അങ്ങനെ ബിഗ് ബോസിന്റെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞേക്കുവാണ്. നന്നായിട്ട് ആദില വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു എന്ന് വേണം പറയാൻ. അനുമോള് അത്രയ്ക്ക് രീതിയിലുള്ള വളരെ വളരെ ഹൊററായിട്ടാണ് ആദില സംസാരിച്ചിട്ടുള്ളത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷിയസ് ഫോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ അടിച്ചു പൊളിക്കുക. എന്താണ് സംഭവിച്ചതെന്നല്ലേ, അതായത് മോർണിംഗ് ആക്ടിവിറ്റി എന്നതാണ് ഒരാളോട് സോറിയും ഒരാളോട് താങ്ക്സും പറയണമെന്ന്. അപ്പോൾ അനുമോൾ എന്നെ ആദ്യം കയറി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സോറി പറയാനുള്ളത് റേണു ചേച്ചിനോടാണ്. എന്താ വെച്ചാൽ റേണു ചേച്ചിന് തലയിൽ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വിഷു ആക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് സോറി പറയണമെന്ന് പറഞ്ഞു. എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ആദിലയോടും നൂറയോടും എന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും തന്നു. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരുടെ അടുത്ത് ഇങ്ങനെ പോയി മിണ്ടുന്നൊരു ക്യാരക്ടറല്ല. എന്നിരുന്നാലും അവൻ എൻ്റെ പുറകെ വന്ന് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു താങ്ക്സും പറഞ്ഞിട്ട് പോയാൽ അത് കഴിഞ്ഞിട്ട് ആദില കയറുന്നു, നല്ല കലിപ്പിൽ കയറുന്നു. എന്നിട്ട് ആദ്യം തന്നെ സോറി പറയാനുള്ളത് ആര്യനോടാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആര്യന് അതിൽ നൂറെ മോശമായിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് അപ്പോഴത്തെ ഒരു ടെൻഷൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു പോയതാണ്. സത്യത്തിൽ എനിക്കറിയാം ആര്യൻ വളരെ നന്നായിട്ടുള്ള മനുഷ്യനാണ്. ആര്യൻ ഞങ്ങളെ വളരെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ആര്യൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യൻ്റെ ബാങ്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ആര്യന് ഒരു നന്ദി അല്ലെങ്കിൽ ഒരു സോറി പറച്ചിൽ സോറിയാണ് ആര്യനോട് പറഞ്ഞത് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് നമ്മൾ കിടക്കാൻ പോകുന്നത്. എന്താണ് അനുമോളോട് പറഞ്ഞത്? അനുമോളോടാണ് താങ്ക്സ് പറഞ്ഞത് ആദില. എന്നിട്ട് ആദില പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളോട് ഈ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് മിണ്ടുന്നില്ല, പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പട്ടിയെ പോലെ പുറകെ ചെല്ലരുത് എന്ന് പഠിപ്പിച്ചതിന് നന്ദി അനുമോളെ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാരണം, ഒരു ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ ഫേക്കായിട്ട് അഭിനയിക്കാം എന്ന് പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദി അനുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ചെയ്ത് എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ എങ്ങനെ ഫേക്കായി നിൽക്കാം, എങ്ങനെ പണം കൊണ്ട് ജയിക്കാം എല്ലാം പഠിപ്പിച്ചതിന് ഒത്തിരി നന്ദി അനുമോളെ. അത് മാത്രമല്ല, ഒരാളെ കുറിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കാൻ സാധിക്കാൻ പറ്റും എന്ന് പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദി അനുമോളെ. അതിനോടൊപ്പം തന്നെ മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്തൊന്ന് കാണിക്കാൻ പഠിപ്പിച്ചതിന് നന്ദി അനുമോളെ. ഇതൊക്കെ പഠിപ്പിച്ചതിന് അനുമോളോട് നന്ദി പറഞ്ഞ് അനുമോക്കിട്ട് നന്നായിട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബിഗ് ബോസ് തന്നെ എടുത്തു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നമ്മുടെ ആദിലയോട്, ആദില ടാസ്ക് വലിച്ചു നീട്ടി വലുതാക്കരുത്, എല്ലാവർക്കും ഒരു സമയപരിധി ഉണ്ട്, മതിയാക്കൂ എന്നതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കാൻ വീണ്ടും ആദ്യം പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാ ടാസ്കും കഴിഞ്ഞിട്ടോ. എന്നിട്ട് ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇന്നലെ അതിലോട് അത്രമാത്രം നേരം ഇരുന്ന് സംസാരിച്ചാണ് അനുമോളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് ആ പറഞ്ഞതൊക്കെ നിഷ്പ്രയാസം ചവിട്ടി തെറിപ്പിച്ചുകൊണ്ടാണല്ലോ അവൾ ഇന്ന് ഇത്രയും പറഞ്ഞത്. എനിക്ക് ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ അടി കൂടുന്ന കാണുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതപ്പോൾ എന്തിനാണ് വെറുതെ അതിൽ അത് നിഷ്പ്രയാസം ചവിട്ടി തെറിപ്പിക്കുകയല്ല ചെയ്തത്. സത്യത്തിൽ ഷാനവാസ് ഇന്നലെയാണെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ. അതായത് അനുമോളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും, ഞാൻ 3 ദിവസം കൂടെയല്ലേ ഉള്ളൂ, എല്ലാം സോൾവ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഓക്കെ കെട്ടിപ്പിടിച്ച് എല്ലാം സെറ്റ് ചെയ്താണ്. എന്നിട്ടാണ് അതിൽ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോക്കിട്ട് 20 മുട്ടാൻ പണി കൊടുത്തതെന്ന് തന്നെ പറയണം. നന്നായിട്ട് സത്യത്തിൽ ആ ലൈവ് കണ്ടവരുണ്ടെങ്കിൽ പറയാം, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത്രയും വേണ്ടായിരുന്നു, കുറച്ച് കുറയ്ക്കാന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അത് നമ്മുടെ ആര്യനായിക്കോട്ടെ, അതുപോലെ തന്നെ ശരണ്യ എല്ലാവരും കയ്യോട്ടിയും വിസിലടിയൊക്കെ ആയിട്ട് വളരെ ആഘോഷിക്കുമായിരുന്നു അനുമോക്കിട്ട് കൊടുക്കുന്നുണ്ടപ്പോഴേക്കും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിനെ തുടർന്ന് ഒരു ഭൂകമ്പം തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ബിഗ് ബോസ് ഭാഗത്ത് പ്രമോ ഒന്നും വന്നിട്ടില്ല. ലൈവിൽ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ പറയാട്ടോ. എനിക്കൊരു പ്രഡിക്ഷൻ ഉണ്ട് അങ്ങനെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ടെന്ന്. ലൈവ് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ഓടിക്കുക.